മലയാള സിനിമാ മേഖലയിൽ വില്ലന്മാരുടെ ഇടയിൽ ഒത്തിരിയേറെ ശ്രദ്ധേയമായ വ്യക്തി. 1954 ജൂലൈ 29 എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ ദേവസ്യയുടെയും കുട്ടിയമ്മയുടെയും മകനായി രാജൻ പി ദേവ് ജനിച്ചു. നാടക നടനായ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച വ്യക്തി 1990 റിലീസായ ഇന്ദ്രജാലം സിനിമയിലെ കാർലോസ് എന്ന വില്ലൻ വേഷത്തോടെ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി. അദ്ദേഹത്തിന്റെ ഒത്തിരിയേറെ പ്രശസ്തമായ സിനിമകളായിരുന്നു തൊമ്മനും മക്കളും, ചാന്ത്, ഇന്ദ്രജാലം, ചോട്ടാ മുംബൈ, അങ്ങനെ ഒട്ടേറെ ചിത്രങ്ങൾ. ആഴമാർന്ന ഗാംഭീര്യമായ ശബ്ദം രാജൻ പി ദേവിന്റെ ഏറ്റവും വ്യത്യസ്തമായ പ്രത്യേകതകളിലൊന്നായിരുന്നു. പ്രതിനായക കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ ശബ്ദം ആ കഥാപാത്രങ്ങൾക്ക് വലിയ ഭാരം നൽകിയിരുന്നു. 2009 ജൂലൈ 29 കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം മരിക്കുകയായിരുന്നു.